അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സംഭവ് സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡിന്റെ മികച്ച സാമ്പത്തിക പ്രകടനവും അവരുടെ ഭാവിയിലേക്കുള്ള കപ്പാസിറ്റി വിപുലീകരണങ്ങളുമാണ്. ഇൻഫ്രാസ്ട്രക്ചർ മേഖല വലിയൊരു കുതിപ്പിനൊരുങ്ങുമ്പോൾ ഇവരുടെ ഫണ്ടമെന്റൽസും വാല്യുവേഷനുമൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും കവർ ചെയ്യുന്നത് അവരുടെ സാമ്പത്തിക പ്രകടനം, കപ്പാസിറ്റി വിപുലീകരണം, ഇൻഫ്രാസ്ട്രക്ചർ പുരോഗതി, വിപണിയിലെ റിസ്കുകൾ, പിന്നെ ഭാവിയിലെ വളർച്ചാ സാധ്യതകൾ എന്നിവയാണ്. സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. തുടക്കത്തിൽ തന്നെ ഒരു വമ്പൻ കണക്ക് പറയാം. 239%. അതെ, 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നികുതിക്ക് ശേഷമുള്ള ലാഭത്തിൽ, അതായത് PAT-യിൽ അവർ നേടിയ വളർച്ചയാണത്. ഉയർന്ന ലാഭം തരുന്ന പ്രീമിയം പ്രൊഡക്റ്റുകളിലേക്ക് അവർ മാറിയതാണ് ശരിക്കും ഈയൊരു കുതിച്ചുചാട്ടത്തിന് പ്രധാന കാരണം. ആദ്യമായി ഈ റെക്കോർഡ് ബ്രേക്കിംഗ് സാമ്പത്തിക പ്രകടനത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അവരുടെ പ്രവർത്തന മുന്നേറ്റം വെറുമൊരു വരുമാന വർധനവ് മാത്രമല്ല എന്ന് നമുക്ക് വ്യക്തമായി കാണാം. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ്. കൂടാതെ പ്രധാനപ്പെട്ട മാർജിനുകളെല്ലാം മികച്ച നിലയിലുമാണ്. ഇബിറ്റ് മാർജിൻ 11.5% നിന്ന് 16.3%, PAT മാർജിൻ 11.2 നിന്ന് 13.2% വളർന്നിരിക്കുകയാണ്. വളരെ കൃത്യമായ കോസ്റ്റ് മാനേജ്മെന്റും അതോടൊപ്പം ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയുമുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. വരുമാനത്തിന്റെ കാര്യമെടുത്താലോ, ത്രൈമാസ വരുമാനം $300.6 ദശലക്ഷം നിന്നും $406.2 ദശലക്ഷം എത്തിയിരിക്കുകയാണ്. വോളിയം വർദ്ധിച്ചുവെന്ന് മാത്രമല്ല, ഓരോ ടണ്ണിൽ നിന്നും ലഭിക്കുന്ന വരുമാനം വർദ്ധിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കമ്പനിയുടെ ആരോഗ്യകരമായ വളർച്ചയെയാണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം. പുറത്തുനിന്ന് അധികം കടമെടുക്കാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് അവർ നടത്തുന്ന തന്ത്രപരമായ കപ്പാസിറ്റി വിപുലീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉയർന്ന മാർജിൻ ലഭിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ CR കോയിലുകളുടെ കപ്പാസിറ്റി അവർ നേരെ ഇരട്ടിയാക്കുകയാണ്. നിലവിലെ 58,000 MTPA-യിൽ നിന്നും 1,16,000 മെട്രിക് ടണ്ണായിട്ടാണ് ഉൽപ്പാദനശേഷി ഉയർത്തുന്നത്. ഈയൊരു സ്കെയിലപ്പ് അവരുടെ ഫ്യൂച്ചർ വാല്യുവേഷനിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും തീർച്ച. ഇതിനു പുറമെ വേറെയും വലിയ നിക്ഷേപങ്ങൾ അവർ നടത്തുന്നുണ്ട്. 1,50,000 MTPA ശേഷിയുള്ള ERW പൈപ്പ് കപ്പാസിറ്റിക്കായി 500 മില്യൺ രൂപയുടെ CapEx ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ പുറത്തുനിന്നുള്ള വൈദ്യുതിയെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ കേസ്ദായിൽ 25 മെഗാവാട്ട്, സരോറായിൽ 30 മെഗാവാട്ട് ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾക്കായി യഥാക്രമം 1,250 മില്യൺ, 1,500 മില്യൺ രൂപയും നിക്ഷേപിക്കുന്നുണ്ട്. അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് ഭാവിയിൽ പ്രവർത്തന ചെലവ് വലിയ തോതിൽ കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. പ്ലാനുകളൊക്കെ ഗംഭീരമാണ്. എന്നാൽ മൂന്നാമത്തെ സെഷനിൽ ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ എക്സിക്യൂഷൻ, അതായത് നിർമ്മാണ പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കേവലം പേപ്പറിലുള്ള പ്ലാനുകൾ മാത്രമല്ല ഇതൊക്കെ. നിർമ്മാണ സൈറ്റിലെ ഡ്രോൺ ദൃശ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 25 മെഗാവാട്ട് പവർ പ്ലാന്റിന്റെ പടുകൂറ്റൻ സ്ട്രക്ചർ അവിടെ വളരെ വേഗത്തിൽ ഉയർന്നു വരികയാണ്. പ്രോജക്റ്റ് എക്സിക്യൂഷനിൽ ഇവരുടെ സ്പീഡ് എത്രത്തോളമുണ്ടെന്ന് ഈയൊരു കാഴ്ച തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പുതിയ നിർമ്മാണ ഷെഡുകൾക്കുള്ള വിശാലമായ അടിസ്ഥാന സൗകര്യങ്ങളും സ്റ്റീൽ ചട്ടക്കൂടുകളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗ്രീൻഫീൽഡ്, ബ്രൗൺഫീൽഡ് പ്രൊജക്റ്റുകൾ വെറുമൊരു പ്രഖ്യാപനമല്ല, മറിച്ച് ഗ്രൗണ്ടിൽ അതിവേഗം യാഥാർത്ഥ്യമാകുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ഇതിൽ നിന്നും ഉറപ്പിക്കാം. അവരുടെ കൃത്യമായ പ്രോജക്റ്റ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്ന ഒരു ടൈം ലൈനാണ് നമ്മളിപ്പോൾ കാണുന്നത്. Q4 FY26-ൽ മെഷീനറികൾ ഓർഡർ ചെയ്ത് Q2 FY27-ൽ സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി Q4 FY27ഓടെ പൂർണ്ണമായും ടെസ്റ്റിംഗും കമ്മീഷനിങ്ങും നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഈയൊരു വ്യക്തത വളരെ വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഇനി നാലാമത്തെ സെക്ഷനിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മാർക്കറ്റ് റിസ്കുകളെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായി ഒന്ന് അനലൈസ് ചെയ്യാം. ഏതു വലിയ പ്രോജക്റ്റിലും റിസ്കുകൾ ഉണ്ടാവുമല്ലോ. കമ്പനിയുടെ കോർപ്പറേറ്റ് രേഖകളിൽ തന്നെ വ്യക്തമാക്കുന്നതുപോലെ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ, വർദ്ധിച്ചുവരുന്ന മത്സരം, പണപ്പെരുപ്പം, പിന്നെ പൊതുവായ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയൊക്കെ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുള്ള ഈ വിപണി വ്യതിയാനങ്ങളെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ അക്കൗണ്ടിംഗ് റിസ്കുകൾ ഇല്ലാതാക്കാൻ കമ്പനി വളരെ കർശനമായ INDAS 115 എന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യുന്നത്. വരുമാനം കണക്കാക്കുന്ന കാര്യത്തിൽ നിക്ഷേപകർക്ക് 100% സുതാര്യത ഉറപ്പുവരുത്താൻ ഇത് വലിയൊരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. അവസാനമായി 5ാമത്തെ സെക്ഷനിൽ ഈ സെക്ടറിലെ അനുകൂല ഘടകങ്ങളും കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതകളും എന്തൊക്കെയാണെന്ന് നോക്കാം.
ഡിമാൻഡ് എവിടെയാണോ കൂടുതലുള്ളത് കൃത്യമായി അവിടെ തന്നെയാണ് കമ്പനി തങ്ങളുടെ ഫോക്കസ് വെച്ചിരിക്കുന്നത്. സാധാരണ സ്റ്റീൽ പൈപ്പുകളുടെ വാർഷിക വളർച്ച 9% നിൽക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിൽ പ്രതീക്ഷിക്കുന്ന വാർഷിക വളർച്ച 15%. ഈ 15% വളർച്ചയുടെ പരമാവധി നേട്ടം കൊയ്യാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ടെക്നിക്കൽസ് നോക്കുമ്പോൾ ഇതൊരു മികച്ച സ്ട്രാറ്റജിയാണെന്ന് പറയാം. ഇന്ത്യയിലെ തീരദേശ സംസ്ഥാനങ്ങളിലും അതുപോലെ അന്താരാഷ്ട്ര വിപണികളിലേക്കും തങ്ങളുടെ വിതരണ ശൃംഖല അവർ അതിവേഗം വ്യാപിപ്പിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ കോ-ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിനായി 10ഓളം ആക്റ്റീവായ ധാരണാപത്രങ്ങൾ അഥവാ MOUs അവർ ഇതിനോടകം ഒപ്പുവെച്ചു കഴിഞ്ഞു. മാർക്കറ്റിൽ തങ്ങളുടേതായ ഒരു വലിയ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഗംഭീര നീക്കമാണിത്. നമ്മൾ ഈ വിശദീകരണത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരെന്ന നിലയിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യത്തോടെ ഇത് അവസാനിപ്പിക്കാം. പുറത്തുനിന്നുള്ള ഫണ്ടുകളെ അധികം ആശ്രയിക്കാതെയുള്ള ഇവരുടെ മൂലധന കാര്യക്ഷമതയും ഉയർന്ന ലാഭം തരുന്ന പ്രൊഡക്റ്റുകളിലേക്കുള്ള മാറ്റവുമൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യയുടെ വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ബൂമിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സംഭവ് പോലൊരു കമ്പനിയുടെ വാല്യുവേഷൻ നിങ്ങളുടെ ലോങ് ടേം ഇക്വിറ്റി സ്ട്രാറ്റജിയിൽ എങ്ങനെ യോജിക്കുന്നു? അത് തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി.